أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين وأقسموا بالله جهد أيمانهم وأقسموا بالله جهد أيمانهم لئن أمرتهم ليخرجن قل لا تقسموا طاعة معروفة إن الله خبير بما تعملون قل أطيعوا الله وأطيعوا الرسول وإن تولوا فإنما عليه ما حمل وعليكم ما حملتم وإن تطيعوه تهتدوا وما على الرسول إلا البلاغ المبين وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم ولا يمكنن لهم دينهم الذي ارتضى لهم ولا يبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അഹമ്മദിയ ജമാഅത്തിൽ ഖിലാഫത്ത് വ്യവസ്ഥിതി സ്ഥാപിതമായിട്ട് 117 വർഷം പിന്നിട്ടിരിക്കുന്നു. 1908 ഈ വ്യവസ്ഥിതി നിലവിൽ വന്നു. അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങൾക്കും അനുസരിച്ചാണ് ഇത് സ്ഥാപിതമായത്. അതിനാൽ അഹ്മദിയ ജമാഅത്തിന് ഇത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം നമ്മൾ അള്ളാഹു പ്രവചനം ചെയ്ത അത്തരമൊരു വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. മസീഹിൻ്റെയും മഹ്ദിയുടെയും ആഗമനത്തിന് ശേഷം അള്ളാഹുവിൻ്റെ ഇസ്ലാമിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ഒരു കാലഘട്ടം ആരംഭിക്കുമെന്ന് അള്ളാഹു പ്രവചിച്ചിട്ടുണ്ട്. പിന്നീട് ഈ വ്യവസ്ഥിതിയിൽ ഖിലാഫത്തിൻ്റെ ഒരു കാലഘട്ടവും ആരംഭിക്കും. അതിനെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പ്രവചിച്ചിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പറയപ്പെട്ട പ്രവചനം ഇതാണ്. പറയുന്നു, നിങ്ങളിൽ നുബുവത്ത് പ്രവാചകത്വം നിലനിൽക്കും അള്ളാഹു ഉദ്ദേശിക്കുന്നിടത്തോളം കാലം. പിന്നെ അള്ളാഹു അതിനെ ഉയർത്തും. പിന്നീട് ഖിലാഫത്ത് അലാ മിൻഹാജുൻ നുബുവത്ത് പ്രവാചകത്വത്തിൻ്റെ മാതൃകയിലുള്ള ഖിലാഫത്ത് സ്ഥാപിതമാകും.
പിന്നീട് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ആ അനുഗ്രഹത്തെയും ഉയർത്തിക്കളയും. അതിനുശേഷം അവൻ്റെ വിധിപ്രകാരം ദ്രോഹിക്കുന്ന രാജവാഴ്ച സ്ഥാപിതമാകും. ഈ കാലഘട്ടം അവസാനിക്കുമ്പോൾ അതിനേക്കാൾ കഠിനമായ സ്വേച്ഛാധിപതി രാജവാഴ്ച സ്ഥാപിതമാകും. അള്ളാഹു ഉദ്ദേശിക്കുന്നിടത്തോളം കാലം പിന്നീട് അള്ളാഹു അതിനെയും ഉയർത്തും. അതിനുശേഷം വീണ്ടും ഖിലാഫത്ത് അഥവാ മിൻഹാജുൻ നുബുവത്ത് സ്ഥാപിതമാകും. ഇത് പറഞ്ഞുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദനായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവചനമാണിത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിതനായ ശേഷം ഇസ്ലാമിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ഒരു പുതിയ കാലഘട്ടം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം ഖിലാഫത്തിൻ്റെ കാലഘട്ടവും ആരംഭിച്ചു. ഞാൻ ഓതിയ സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നു, അതിൻ്റെ പരിഭാഷ ഇതാണ്: നീ അവരോട് ആജ്ഞാപിക്കുന്നതായാൽ തീർച്ചയായും തങ്ങൾ അക്കാര്യം നടപ്പിലാക്കുന്നതിനായി പുറപ്പെടുന്നതാണ് എന്ന് അള്ളാഹുവിനെ മുൻനിർത്തി അവർ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. പറയുക, നിങ്ങൾ സത്യം ചെയ്യേണ്ട. സാധാരണ നിലയിൽ അറിയപ്പെട്ട അനുസരണമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു സൂക്ഷ്മജ്ഞനാകുന്നു. പറയുക, അള്ളാഹുവിനെ അനുസരിക്കുക, ദൂതനെയും അനുസരിക്കുക. ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്നതായാൽ അദ്ദേഹത്തിൻ്റെ ചുമതലപ്പെടുത്തിയത് മാത്രമേ അദ്ദേഹത്തിന് ബാധകമായിട്ടുള്ളൂ. നിങ്ങളെ ചുമതലപ്പെടുത്തിയത് നിങ്ങൾക്കും ബാധകമാണ്. നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുന്നതായാൽ നിങ്ങൾ നേർമാർഗം പ്രാപിക്കും. വ്യക്തമായ നിലയിൽ സന്ദേശം എത്തിക്കുകയല്ലാതെ ദൈവദൂതന് വേറെ ഒരു ബാധ്യതയുമില്ല. നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരോട് അവർക്ക് മുമ്പുള്ളവരെ ഖലീഫമാരാക്കിയതുപോലെ തീർച്ചയായും അവരെയും ഭൂമിയിൽ ഖലീഫമാരാക്കുകയും അവർക്കായി അവൻ തൃപ്തിപ്പെട്ട മതത്തെ അവർക്ക് പ്രബലപ്പെടുത്തി കൊടുക്കുകയും അവരുടെ ഭയത്തിന് ശേഷം രക്ഷയും സമാധാനവും അവർക്ക് പകരം നൽകുകയും ചെയ്യുന്നതാണെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവർ എന്നെ മാത്രം ആരാധിക്കുന്നതാണ്, എന്നോട് മറ്റൊന്നിനെയും അവർ പങ്കുചേർക്കുകയില്ല. അതിനുശേഷം ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ അവർ തന്നെയാണ് ധിക്കാരികൾ. നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ദൈവദൂതനെ അനുസരിക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെടുന്നതിന് വേണ്ടി. അപ്പോൾ ഈ സൂക്തത്തിൽ നിന്ന് വ്യക്തമാകുന്നത്, അള്ളാഹു മുസ്ലിങ്ങളോട് നിങ്ങളിൽ ഖിലാഫത്ത് വ്യവസ്ഥയെ സ്ഥാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഖുലഫായ റാഷിദീങ്ങളുടെ കാലഘട്ടം 30 വർഷം നീണ്ടു നിന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനം 30 വർഷത്തേക്കല്ലായിരുന്നു, മറിച്ച് ഇതൊരു പൂർണ്ണമായ വാഗ്ദാനമായിരുന്നു. ഇതിനെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ച ഹദീസിൽ ഉള്ളതുപോലെ ആദ്യം പ്രവാചകത്വത്തിൻ്റെ മാതൃകയിലുള്ള ഖിലാഫത്ത്, പിന്നീട് രാജവാഴ്ച, അതിനുശേഷം സ്വേച്ഛാധിപത്യ ഭരണമായ രാജവാഴ്ച, പിന്നീട് മസീഹ് മൗദിൻ്റെ കാലഘട്ടത്തിൽ പ്രവാചകത്വത്തിൻ്റെ മാതൃകയിലുള്ള ഖിലാഫത്ത് വീണ്ടും സ്ഥാപിതമാകും. അതിനാൽ അഹമ്മദികൾ എന്ന നിലയിൽ നമ്മൾ ഈ കാര്യം ഓർക്കണം. നമ്മൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ചതിലൂടെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഈ പ്രതിജ്ഞയുടെ ഒരു നിബന്ധന നാം എപ്പോഴും ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് നിൽക്കും എന്നതാണ്. അള്ളാഹു നമ്മെ ഇതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയും ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശവും ഉണ്ട്. അതിനാൽ നാം ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നിടത്തോളം കാലം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നാം അവകാശികളായി മാറും. എന്നാൽ ഇതിനും നിബന്ധനകളുണ്ട്. അള്ളാഹു മുകളിലെ സൂക്തങ്ങളിൽ അതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനാൽ ആ നിബന്ധനകളെ പാലിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. ഈ നിബന്ധനകളെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് മുമ്പേ ഖിലാഫത്തിൻ്റെ തുടർച്ചയെക്കുറിച്ച് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ളത് ഞാൻ കേൾപ്പിക്കാം. റിസാല അൽ വസിയത്ത് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നു: അള്ളാഹു ചുരുക്കത്തിൽ 2 വിധത്തിലുള്ള ദിവ്യശക്തി പ്രഭാവങ്ങളാണ് പ്രത്യക്ഷപ്പെടുത്താറുള്ളത്. ഒന്നാമതായി പ്രവാചകന്മാരുടെ കരങ്ങളിലൂടെ അള്ളാഹു സ്വയം തൻ്റെ ദിവ്യശക്തിയുടെ ഹസ്തം പ്രകടമാക്കുന്നു. രണ്ടാമത്തേതായി പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം പ്രയാസങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരികയും
ശത്രുക്കൾ ശക്തിയാർജിക്കുകയും പ്രവർത്തനങ്ങൾക്ക് ഭംഗം സംഭവിച്ചിരിക്കുന്നുവെന്ന് കരുതപ്പെടുകയും ജമാഅത്ത് നാമാവശേഷമാകുമെന്ന് ശത്രുക്കൾ ഉറപ്പാക്കുകയും ചെയ്യുന്നു. കൂടാതെ ജമാഅത്തിലെ അംഗങ്ങൾ അങ്കലാപ്പിലാക്കപ്പെടുകയും അവരുടെ സ്ഥിരചിത്തതയ്ക്ക് തകരാറ് സംഭവിക്കുകയും ചെയ്യുന്നു. തുടർന്ന് പല നിർഭാഗ്യവാന്മാരും പിന്തിരിഞ്ഞു പോകാൻ ബന്ധപ്പെടുന്നു. അപ്പോൾ അള്ളാഹു തൻ്റെ അതിമഹത്തായ ദിവ്യശക്തി ഒരിക്കൽ കൂടി വെളിപ്പെടുത്തിക്കൊണ്ട് അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ജമാഅത്തിനെ സംരക്ഷിക്കുന്നു. അതിനാൽ ആരാണ് അവസാനം വരെ സ്ഥാനം കൈക്കൊള്ളുന്നത്, അവർ അള്ളാഹുവിൻ്റെ ഈ അത്ഭുത ദൃഷ്ടാന്തം ദർശിക്കുന്നതാണ്. ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാട് കാലമെത്താതെയുണ്ടായ ഒരു വേർപാടായി എന്ന് മനസ്സിലാക്കുകയുണ്ടായി. ആ ദുഃഖഭാരത്താൽ സഹാബിമാർ പരിതവാന്തരാകുകയും വളരെയേറെ ബദവികൾ ഇസ്ലാം മതം ഉപേക്ഷിക്കുകയും ചെയ്തു, അതായത് ബദവികളായ അറിവില്ലാത്ത ആളുകൾ. ഈ സന്ദർഭത്തിലാണ് അള്ളാഹു ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വീണ്ടും തൻ്റെ ദിവ്യശക്തിയുടെ മാതൃക കാണിക്കുകയും ഇസ്ലാമിനെ നാശഗർത്തത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തത്. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതളാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന എന്ന ഖുർആൻ വചനത്തിൽ പറഞ്ഞ പ്രകാരം ഭയത്തിനു ശേഷം നാം അവരുടെ കാൽപാദങ്ങളെ സുദൃഢമാക്കുന്നു എന്ന വാഗ്ദാനം അള്ളാഹു പൂർത്തിയാക്കി കാണിച്ചു. ഇങ്ങനെ തന്നെയാണ് ഹദ്റത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലത്തും സംഭവിച്ചത്. വാഗ്ദാനപ്രകാരമുള്ള ലക്ഷ്യസ്ഥാനത്ത് ബനു ഇസ്രായേലിയരെ എത്തിക്കുന്നതിന് മുമ്പേ തന്നെ ഹദ്റത്ത് മൂസ അലൈഹി സ്വലാം ഈജിപ്തിൻ്റെയും പലസ്തീനിൻ്റെയും മാർഗമധ്യേ വഫാത്തായി. ആ മഹാത്മാവിൻ്റെ വിയോഗം ഇസ്രായേൽ മക്കളിൽ വലിയ ദുഃഖഭാരമുണ്ടാക്കി. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അതുകൊണ്ട് അല്ലയോ പ്രിയപ്പെട്ടവരെ, എതിരാളികളുടെ നിരർത്ഥകങ്ങളായ രണ്ട് ആഹ്ലാദങ്ങളെ തകർക്കുന്നതിന് വേണ്ടി തൻ്റെ സനാതന നടപടി അനുസരിച്ച് ഇപ്രകാരം അള്ളാഹു രണ്ട് വിധം ദിവ്യശക്തികൾ പ്രകടമാക്കുന്നു. അതുകൊണ്ട് ഇനി അള്ളാഹു തൻ്റെ സനാതനമായ നടപടിക്രമം ഉപേക്ഷിച്ചു കളയുമെന്നത് സംഭവ്യമല്ല. തന്മൂലം ഞാൻ നിങ്ങളോട് വിവരിച്ച ഈ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ കുണ്ഠിതരും മനക്ലേശമുള്ളവരും ആകരുത്. കാരണം നിങ്ങളും രണ്ടാമത്തെ ദിവ്യ തേജസ്സിനെ ദർശിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. നിങ്ങൾക്ക് ഗുണകരമാണ് അതിൻ്റെ ആഗമനം. എന്തുകൊണ്ടെന്നാൽ അത് ശാശ്വതവും അതിൻ്റെ ശൃംഖല അന്ത്യനാൾ വരെ മുറിഞ്ഞു പോകാത്തതുമാണ്. ഇവിടെയും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുകളിൽ പറഞ്ഞ ഹദീസിൻ്റെ വെളിച്ചത്തിൽ സ്ഥായിയായ ഒരു ശക്തി പ്രകടനത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ശൃംഖല ഖിയാമത്ത് നാൾ വരെ മുറിഞ്ഞു പോകാത്തതാണ്. പറയുന്നു, ഞാൻ പോകാതെ രണ്ടാമത്തെ ദിവ്യശക്തി പ്രകടമാകുന്നതല്ല. ഞാൻ പോയാൽ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി രണ്ടാം ദിവ്യശക്തിയെ അയക്കും. ബറാഹിനെ അഹമ്മദിയയിലെ അള്ളാഹുവിൻ്റെ വാഗ്ദാനം അനുസരിച്ച് അത് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ആ വാഗ്ദാനം എന്നെക്കുറിച്ചുള്ളതല്ല, മറിച്ച് അത് നിങ്ങളെക്കുറിച്ചുള്ളതാകുന്നു. അള്ളാഹു പറയുന്നു, നിന്നെ പിൻപറ്റുന്ന ഈ ജമാഅത്തിന് അന്യരുടെ മേൽ അന്ത്യനിലം വരെ ഞാൻ വിജയം തന്നരുളുന്നതാണ്. അതിനാൽ എൻ്റെ വേർപാടിൻ്റെ ദിനം നിങ്ങളിൽ പ്രകടമാകേണ്ടതും അനന്തരം ശാശ്വത വാഗ്ദാനത്തിൻ്റെ ദിനം വെളിപ്പെടേണ്ടതും നിർബന്ധമാകുന്നു. നമ്മുടെ ദൈവം സത്യസന്ധനും വിശ്വസ്തനും വാഗ്ദാനപാലകനുമാണ്. അവൻ വാഗ്ദാനം ചെയ്യുന്നതെന്തോ അതെല്ലാം നിങ്ങൾക്ക് പൂർത്തിയാക്കി കാണിക്കും. ഈ ദിവസം ലോകാവസാനത്തിൻ്റെ ദിനമായാലും വലിയ ആപത്തുകൾ ഇറങ്ങേണ്ട സമയമായാലും അവൻ വിവരിച്ചറിയിച്ച കാര്യങ്ങളെല്ലാം പൂർത്തിയാകുന്നത് വരെ ഈ ലോകം നിലനിൽക്കുക തന്നെ ചെയ്യും. ഞാൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ദിവ്യശക്തിയുടെ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഞാൻ ദൈവികമായ ഒരു ശക്തി പ്രഭാവകമാകുന്നു. എനിക്ക് ശേഷം ചില വ്യക്തികളുണ്ടാകും. അവർ രണ്ടാം ദിവ്യശക്തിയുടെ പ്രതീകങ്ങളായിരിക്കും. അതിനാൽ നിങ്ങളെല്ലാവരും ഒത്തുചേർന്ന് അള്ളാഹുവിൻ്റെ രണ്ടാം ദിവ്യശക്തിയെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നിരതരാവുക. കൂടാതെ ഈ ദ്വിതീയ ദിവ്യശക്തി ആകാശത്ത് നിന്ന് വെളിവാകുകയും നിങ്ങളുടെ ദൈവം കഴിവുറ്റവനാണെന്ന് കാണിച്ചു തരുമാറാവുകയും ചെയ്യുന്നതുവരെ മുഴുവൻ ജമാഅത്തിലെയും സുഹൃതന്മാർ ഓരോ നാട്ടിലും ഒരുമിച്ച് കൂടി ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. ഇവിടെ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതും പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ദിവ്യശക്തിയുടെ വരവിനായി ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഓരോ രാജ്യത്തും സദ്വൃത്തരായവരുടെ ഒരു സമൂഹം ഒരുമിച്ച് പ്രാർത്ഥനകൾ നടത്തുക. ഈ നിർദ്ദേശം അദ്ദേഹം നൽകുമ്പോൾ ജമാഅത്ത് അഹമ്മദിയ ഇന്ത്യയിൽ അഥവാ ഹിന്ദുസ്ഥാനിൽ ആണ് ഉണ്ടായിരുന്നത്. ഏതാനും ചിലർ മാത്രമേ പുറത്തുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ പ്രവചനം ഒരു രീതിയിൽ അദ്ദേഹം നടത്തി. അതായത് ഓരോ രാജ്യത്തും അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അതായത് ഭാവിയിൽ ഒരു കാലഘട്ടം വരും, അഹമ്മദിയ ജമാഅത്ത് ലോകത്തെമ്പാടും വ്യാപിക്കും. ഇത് നമ്മൾ
കാണുന്നത് ആ കാലഘട്ടമാണ്. അഹമ്മദിയ ജമാഅത്ത് ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ വിദൂര കോണുകളിലുള്ളവരിലും ഖിലാഫത്തിനോടുള്ള വിശ്വസ്തതയും സ്നേഹബന്ധവും നമുക്ക് കാണാൻ കഴിയും. ഖിലാഫത്തെ ഖാമിസയുടെ തിരഞ്ഞെടുപ്പിലും നിങ്ങൾ കണ്ടു ലോകമെമ്പാടുമുള്ള ആളുകൾ എങ്ങനെ ഒരുമിച്ച് ചേർന്ന് ഖിലാഫത്ത് വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ബയ്യത്ത് ചെയ്യുകയും ചെയ്തു. ഈ ബയ്യത്ത് ഇൻഷാ അല്ലാഹ് ഭാവിയിലും നിലനിൽക്കുന്നതാണ്. അത് തുടരും. ഭാവിയിൽ എപ്പോഴും ഇതേപോലെ നടക്കുന്നതാണ്. അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. ഇത് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാഗത്ത് നിന്നും അള്ളാഹുവിൽ നിന്നും അറിവ് ലഭിച്ചുകൊണ്ട് നമുക്ക് നൽകിയ സന്തോഷ വാർത്തയുടെ സന്ദേശവുമാണ്. അതിനാൽ നാം ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും ഖിലാഫത്ത് വ്യവസ്ഥിതി സ്ഥാപിക്കുന്നതിന് ഏതൊരു ത്യാഗത്തിനും തയ്യാറാവുകയും വേണം. നമ്മൾ ഇത് തുടരുകയാണെങ്കിൽ അന്ത്യനാൾ വരെ നമ്മൾ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് നിൽക്കും. നമ്മുടെ തലമുറകൾ ബന്ധപ്പെട്ട് നിൽക്കും. അതിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്നും പ്രയോജനം നേടുകയും ചെയ്യും. ചില ആളുകൾ കരുതുന്നത് ഖിലാഫത്ത് മുലൂക്കിയത്തിലേക്ക്, രാജവാഴ്ചയിലേക്ക് മാറിപ്പോകുമെന്നാണ്. അഹമ്മദിയ ജമാഅത്തിലും അങ്ങനെ സംഭവിച്ചേക്കാമെന്ന്. എന്നാൽ അള്ളാഹു തആലയുടെ വാഗ്ദാനവും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനവും ഞാൻ ഓതിക്കേൽപ്പിച്ച ഹദീസും അതിലും പറയുന്നതും, അതേപോലെ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതും, അഹമ്മദിയ ജമാഅത്തിലെ ഖിലാഫത്ത് ഇൻഷാ അള്ളാഹ് ഒരു ആത്മീയ ഖിലാഫത്ത് ആയിരിക്കും. അതിൻ്റെ പരമ്പര അന്ത്യനാൾ വരെ തുടരും എന്നാണ്. അത് രാജ്യവാഴ്ചയായി മാറുമെന്ന് പറയാൻ കഴിയുന്ന ഒരു കാലഘട്ടവും വരില്ല. ചില ഫിത്നക്കാർ, പ്രശ്നക്കാരായ ആളുകൾ അഹമ്മദിയ ജമാഅത്തിൽ രാജവാഴ്ച ഉണ്ടായി എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരിക്കലും സംഭവിക്കില്ല. ഇത് അല്ലാഹു തആലയുടെ വാഗ്ദാനമാണ്. ഇൻഷാ അല്ലാഹു തആല എപ്പോഴും ഇത് ആത്മീയ ഖിലാഫത്തായി നിലനിൽക്കും. അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ ഇടയിലും ഖിലാഫത്ത് സ്ഥാപിതമാകും മുൻഗാമികളിൽ സ്ഥാപിതമായതുപോലെ. ആ ഖിലാഫത്ത് രാജ്യവാഴ്ചയുടേതായിരുന്നില്ല, മറിച്ച് ആത്മീയതയുടേതായിരുന്നു, റുഹാനിയത്തിൻ്റെതായിരുന്നു. അതിന് അല്ലാഹു തആല ഉദാഹരണം നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലും അമ്പിയാക്കളുടെ ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണിത്. അല്ലാഹു തആല നേരിട്ട് നൽകിയ ഖിലാഫത്ത് വ്യവസ്ഥിതിയായിരുന്നു അത്. എന്നാൽ അല്ലാഹു തആല ഉണ്ടാക്കിയ മറ്റൊരു വ്യവസ്ഥിതിയും ഉണ്ട്. അത് ഖുലഫായ റാഷിദീങ്ങളുടെ കാലം മുതൽ ആരംഭിക്കുകയും ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഒരിക്കൽ ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് MA ഈ വിഷയത്തിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഒരു കാലത്ത് രാജവാഴ്ച സമ്പ്രദായം വന്നേക്കാം എന്നായിരുന്നു. ഇത് ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അറിഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ ശക്തമായി ഖണ്ഡിക്കുകയും നിഷേധിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, അഹമ്മദിയ ജമാഅത്തിൽ രാജവാഴ്ച വരില്ല. ആത്മീയതയും തഖ്വയും നിലനിൽക്കുന്നിടത്തോളം കാലം ഇൻഷാ അല്ലാഹു തആല ഇത് നിലനിൽക്കും. അല്ലാഹു തആല ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ വാഗ്ദാനങ്ങൾ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ആ വാഗ്ദാനങ്ങൾ പൂർത്തിയാകുന്നത് വരെ അഹമ്മദിയ ജമാഅത്തിൽ അവിടുത്തെ ഖിലാഫത്തിന് ദോഷം വരുത്തുന്നതോ നഷ്ടം വരുത്തുന്നതോ ആയ ഒരു വ്യവസ്ഥയും വരികയില്ല. ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഖിലാഫത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കുകയും ഖിലാഫത്തിനോട് പൂർണ്ണ വിശ്വസ്തയോടെ ബന്ധപ്പെട്ടിരുന്ന വ്യക്തിയുമായിരുന്നു. അതുകൊണ്ട് അതിനു ശേഷം സ്വന്തമായ ഒരു അഭിപ്രായം ഉണ്ടാകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. മറിച്ച് അദ്ദേഹം പറയാറുണ്ടായിരുന്നത്, ഞാൻ ഏതെങ്കിലും വിഷയത്തിൽ ഒരു അഭിപ്രായം വെക്കുകയും ഖലീഫത്തുൽ മസീഹ് അതിനെതിരെ ഒരു തീരുമാനം എടുക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വ്യത്യസ്തമാവുകയും ചെയ്താൽ എൻ്റെ സ്വയം അഭിപ്രായം എന്ന ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. ഇതായിരുന്നു പരിപൂർണമായ വിശ്വസ്തത. എന്തായാലും ഈ കാര്യത്തിൽ നമുക്ക് അല്ലാഹു തആലയുടെ വാഗ്ദാനങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരിക്കണം. അതായത് ഖിലാഫത്ത് വ്യവസ്ഥിതി അല്ലാഹു തആലയുടെ അനുഗ്രഹത്താൽ അല്ലാഹു തആലയുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്ഥാപിക്കപ്പെട്ടതും അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതുമായ ഒരു വ്യവസ്ഥയാണ്. അല്ലാതെ ഒരു തരത്തിലുള്ള ഭൗതിക രാജവാഴ്ചയും അതിൽ വരില്ല. നിലവിലുള്ള ഖലീഫ രാത്രികളിൽ എഴുന്നേറ്റ് നമസ്കരിച്ച് ജമാഅത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും രാജാവ് അങ്ങനെ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ഓർമ്മിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ.
അള്ളാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർക്കാണ് ലഭിക്കുക. അതുകൊണ്ട് നമ്മളിൽ നിന്നും അള്ളാഹുവിനെയും റസൂലിൻ്റെയും കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് ഈ വാഗ്ദാനത്തിൽ നിന്ന് പങ്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അല്ലാത്തവർ വേർപെട്ടു പോകും. എന്നാൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഇൻഷാ അല്ലാഹു തആല ഒരിക്കലും തെറ്റുകയില്ല. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വൈൻ തുതീഉഹു തഹ്തദു, നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് സന്മാർഗം ലഭിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്, വഅദല്ലാഹുല്ലസീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്തി, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വിശ്വാസത്തിൻ്റെയും സൽക്കർമ്മത്തിൻ്റെയും മാനദണ്ഡം ആദ്യത്തെ ആയത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കഴുത്തിൽ സമ്പൂർണ്ണ അനുസരണത്തിൻ്റെ നുകം വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ മൂമിൻ എന്ന് വിളിക്കപ്പെടാൻ കഴിയൂ. അപ്പോൾ മാത്രമേ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ശ്രദ്ധയും അതിൽ മുന്നേറാനുള്ള താല്പര്യവും ഉണ്ടാവുകയുള്ളൂ. ഈ മാനദണ്ഡം നേടിയാൽ ഖിലാഫത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് ഖിലാഫത്ത് നിലനിർത്തുന്നതിനും അതിൽ നിന്ന് പ്രയോജനം നേടുന്നതിനും വേണ്ടി ഈ ഖിലാഫത്തുമായി ബന്ധമുള്ള ആളുകളോട് നമ്മോട് അല്ലാഹു തആല ഉപദേശിച്ചിരിക്കുന്നത് അവർ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയും അവരുടെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുമെന്നാണ്. മുസ്ലിങ്ങളുടെ ചരിത്രം ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അനുസരിച്ച് നമ്മൾ കാണുന്നത് മുസ്ലിങ്ങളിൽ യഥാർത്ഥ ഖിലാഫത്ത് അഥവാ ഖിലാഫത്തെ റാഷിദ അവർ അനുസരണത്തിൻ്റെ നുകം തങ്ങളുടെ കഴുത്തിൽ വെച്ചിരുന്നിടത്തോളം കാലം നിലനിന്നു എന്നതാണ്. അവർ അനുസരണത്തിൽ നിന്നും പുറത്തു പോയപ്പോൾ അവർക്ക് ഖിലാഫത്ത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ കാര്യം എപ്പോഴും ഓർമ്മിച്ചിരിക്കണം. അഹമ്മദിയ ജമാഅത്തുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് പ്രയോജനം നേടണമെങ്കിൽ ഖിലാഫത്തുമായി ചേർന്ന് നിൽക്കേണ്ടത് ഓരോ അഹമ്മദിയുടെ കടമയാണ്. ഖിലാഫത്തിൻ്റെ സമ്പൂർണ്ണ അനുസരണം പാലിക്കേണ്ടത് ഓരോ അഹമ്മദിയുടെയും കടമയാണ്. കൂടാതെ കാലത്തിലെ ഖലീഫയുടെ കൽപ്പനകൾ അനുസരിക്കുകയും അദ്ദേഹത്തോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യേണ്ടത് ഓരോ അഹമ്മദിയുടെയും കടമയാണ്. അപ്പോൾ മാത്രമേ അയാൾക്ക് സന്മാർഗം ലഭിക്കും. അപ്പോൾ മാത്രമേ അയാൾക്ക് അതിൽ നിന്ന് പ്രയോജനം ലഭിക്കുകയുള്ളൂ. യഥാർത്ഥ മൂമിനും ഖിലാഫത്തുമായി ചേർന്ന് നിൽക്കുന്നവനും ഇത് അല്ലാഹു തആല അത്യാവശ്യമാക്കിയിരിക്കുന്നു. അല്ലാഹു തആലയുടെ ഈ വ്യവസ്ഥിതി, ഈ ഖിലാഫത്ത് വ്യവസ്ഥിതി ഹൃദയങ്ങളെ സ്വയം അവന് അതിലേക്ക് തിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം, തായിദ ഇലാഹി. ഓരോ ഖിലാഫത്ത് കാലഘട്ടത്തിൽ നമ്മൾ ഇത് കണ്ടിട്ടുള്ളതാണ്. ഖലീഫത്തുൽ മസീഹ് അവ്വൽ ഹദ്റത്ത് മൗലാന നൂറുദ്ദീൻ സാഹിബ് അദ്ദേഹം ഖലീഫ സ്ഥാനത്ത് ഉപവിഷ്ടനായപ്പോൾ അല്ലാഹു തആലയുടെ പ്രത്യേക പിന്തുണ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആളുകൾ അദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്തു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ കാലത്തും കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടും അല്ലാഹു തആലയുടെ പിന്തുണ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ഈ പിന്തുണകൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്നതായിരുന്നു. പിന്നീട് അഹമ്മദിയ ജമാഅത്ത് ഒരു കയ്യിൽ ഐക്യപ്പെട്ടു. ഖിലാഫത്ത് വ്യവസ്ഥയ്ക്ക് എതിരായിരുന്നവരോ അല്ലെങ്കിൽ ഭാവിയിൽ ഖിലാഫത്ത് തുടരുന്നില്ലെന്ന് പറഞ്ഞ് എതിർത്തിരുന്നവരോ ആളുകൾ, അവർക്ക് ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. അവർ വേർപെട്ടു പോയി. പിന്നീട് ഖിലാഫത്തെ സാലിസ്, മൂന്നാം ഖിലാഫത്ത് കാലത്തും ആളുകൾ എങ്ങനെ ഒരു കയ്യിൽ ഒത്തുചേർന്നു എന്ന് നമ്മൾ കണ്ടു. പിന്നീട് നാലാം ഖിലാഫത്ത് കാലത്തും ആളുകൾ എങ്ങനെ ഒരുമിച്ച് കൂടി എന്ന് നമ്മൾ കണ്ടു. ഒരു തരത്തിലുള്ള ഉപദ്രവവും അവരെ ചിതറിക്കാൻ അനുവദിച്ചില്ല. പിന്നീട് ഖിലാഫത്തെ ഖാമിസ, അഞ്ചാം ഖിലാഫത്ത് കാലത്തും ഞാൻ മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതുപോലെ ആളുകൾ എങ്ങനെ ഒരുമിച്ച് കൂടി. ഇതൊരു ഉദാഹരണമാണ്. സമാനതകളില്ലാത്ത ഒരു ഉദാഹരണമാണിത്. വിദൂര രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് കൂടുകയും സമാനതകളില്ലാത്ത വിശ്വസ്തത പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്ന് ലോകത്ത് നിങ്ങൾ നോക്കിയാൽ ഒരു വ്യവസ്ഥിതിയിൽ കോർത്തിണക്കപ്പെട്ടിട്ടുള്ള ഏക സമൂഹം അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ്. അല്ലാഹു തആലയുടെ അനുഗ്രഹത്താൽ ജമാഅത്തുമായും ഖിലാഫത്തുമായും ബന്ധപ്പെട്ട് നിൽക്കുന്നതിൽ അവർക്ക് അല്ലാഹു തആല ധാരാളം അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. ശത്രുക്കൾ അഹമ്മദിയ ജമാഅത്തിന് നേരെ എണ്ണമറ്റ അതിക്രമങ്ങൾ അയച്ചുവിടുന്നുണ്ട് എന്നത് ശരി തന്നെയാണ്, പ്രത്യേകിച്ച് പാകിസ്ഥാനിലും മറ്റ് ചില രാജ്യങ്ങളിലും.
എന്നാൽ അള്ളാഹു താലയുടെ അനുഗ്രഹത്താൽ എല്ലാവരും തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഈ കഷ്ടപ്പാടുകൾ തങ്ങളെ തങ്ങളുടെ ദീനിൽ നിന്ന് മാറ്റില്ലെന്ന് അവർ ഈ അവസ്ഥയിൽ വിശ്വസിക്കുന്നു. ഇതിന് പകരമായി അള്ളാഹു താല ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും വർഷിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് കണക്കില്ല. പാകിസ്ഥാനിൽ നോക്കൂ, 1974 ജമാഅത്തിനെതിരെ നടന്ന കലാപങ്ങൾക്കിടയിലും ജമാഅത്ത് വളരുകയും ലോകമെമ്പാടും വ്യാപിക്കുകയും ചെയ്തു. 1984 ജമാഅത്തിനെതിരെ പാസാക്കിയ നിയമങ്ങൾ ജമാഅത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കിയില്ല. കാലത്തിൻ്റെ ഖലീഫക്ക് പാകിസ്ഥാനിലെ റബവിലുള്ള കേന്ദ്രത്തിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നെങ്കിലും ജമാഅത്തിൻ്റെ വളർച്ചയ്ക്കൊരു തടസ്സമുണ്ടായില്ല. മറിച്ച് പുറത്തു വന്നതിന് ശേഷം ഖിലാഫത്തിൻ്റെ തണലിൽ അള്ളാഹു തആലയുടെ അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്നതായി നാം കണ്ടു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു പുതിയ യുഗം ആരംഭിച്ചു. ഖിലാഫത്ത് റാബിയ കാലത്ത് ജമാഅത്ത് എങ്ങനെ വളർന്നു എന്ന് നമ്മൾ കണ്ടു. ഇപ്പോഴും ജമാഅത്ത് പുരോഗതിയുടെ പാതയിലാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ശത്രുക്കൾ അതിക്രമങ്ങളുടെ അതിർവരമ്പുകൾ ലംഘിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെ. ഇത് തുടർന്നു കൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ പ്രത്യേകിച്ച് 2010 ശേഷം കാണുന്നത് എതിരാളികൾ നമ്മുടെ പള്ളികളെ വ്യാപകമായി ആക്രമിക്കുകയും അഹമ്മദികളെ രക്തസാക്ഷികളാക്കുകയും ചെയ്തു. അതിനുശേഷം കാലാകാലങ്ങളിൽ ഷഹാദത്തുകൾ സംഭവിച്ചു കൊണ്ടിരുന്നു, ചിലപ്പോൾ കൂടുതലും ചിലപ്പോൾ കുറച്ചും. 5ാം ഖിലാഫത്ത് കാലത്ത് അനേകം രക്തസാക്ഷിത്വങ്ങൾ സംഭവിച്ചു. എന്നിട്ടും അല്ലാഹു തആല ആളുകളുടെ വിശ്വാസങ്ങളെ ഇളക്കി മറിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കാരണം ആളുകളുടെ വിശ്വാസം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അവർ തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല, കൂടുതൽ ശക്തരാകുകയും ചെയ്യുന്നു. അവർ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു. ചിലർക്ക് വിശ്വാസം കുറവായിരിക്കാം, ചിലർ പിന്നോട്ട് പോയിട്ടുമുണ്ടായിരിക്കാം. എന്നാൽ ഭൂരിപക്ഷം പേരും തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. അല്ലാഹു തആല അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അല്ലാഹു തആല അവരെ മറ്റ് മാർഗങ്ങളിലൂടെയും അനുഗ്രഹിച്ചിട്ടുണ്ട്. അവർക്ക് പുറം രാജ്യങ്ങളിലേക്ക് പോകാനും അവസരം ലഭിച്ചും അങ്ങനെ അല്ലാഹു തആല ഭൗതികമായ പുരോഗതികൾ കൊണ്ടും അവരെ അനുഗ്രഹിച്ചു. അതുപോലെ പുറം ലോകത്തും മറ്റു രാജ്യങ്ങളിലും അഹമ്മദിയ ജമാഅത്ത് വളരുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഖിലാഫത്തുമായി അല്ലാഹു തആലയുടെ ഒരു വാഗ്ദാനമായിരുന്നു ഇത്. അതിൻ്റെ ഫലമാണ് നമ്മൾ കാണുന്നത്. ഇത് നമ്മൾ 213-14 രാജ്യങ്ങളിൽ അഹമ്മദിയ ജമാഅത്ത് വ്യവസ്ഥാപിതമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതായി കാണുന്നു. അല്ലാഹു തആലയുടെ അനുഗ്രഹത്താൽ ആത്മാർത്ഥതയുള്ളവരുടെ ഒരു സമൂഹം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. വിദൂര സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകളിലും ഖിലാഫത്തുമായി ഇവർക്ക് എന്തുമാത്രമുള്ള സ്നേഹബന്ധമാണ് ഉള്ളത് എന്ന് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഞാൻ മുമ്പ് പല സംഭവങ്ങൾ വിവരിച്ചിട്ടുള്ളതാണ്. ആഫ്രിക്കയിലെ വിദൂര ഗ്രാമങ്ങളിലെ ആളുകൾക്ക് നഷ്ടങ്ങളുണ്ടായിട്ടും എങ്ങനെയാണ് ഖിലാഫത്തുമായി ബന്ധം പുലർത്തുകയും തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ബുർക്കിന ഫാസോയിലെ ഡോറിയിൽ 8-9 അഹമ്മദികൾ ഷഹീദാക്കപ്പെടുകയുണ്ടായ ആ സ്ഥലത്ത് അവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് തങ്ങളുടെ ജീവൻ സമർപ്പിച്ചു. അവരുടെ തലമുറകളും മക്കളും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. അവർ പറയുന്നു, ഞങ്ങളുടെ ഈ രക്തസാക്ഷികൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കുകയും ജീവൻ ത്യജിക്കുകയും ചെയ്തതുപോലെ ഞങ്ങൾക്കും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വാസമുണ്ട്. ഞങ്ങളും ജീവൻ ത്യജിക്കാൻ തയ്യാറാണ്. ഖിലാഫത്തിന് വേണ്ടിയും ഖിലാഫത്ത് വ്യവസ്ഥിതി സ്ഥാപിക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ ഏത് ത്യാഗത്തിനും തയ്യാറാണ്. അവർ എനിക്ക് അയക്കുന്ന സ്നേഹ സന്ദേശങ്ങൾ അതിശയിപ്പിക്കുന്നതാണ്. വിദൂരങ്ങളിൽ ഇരിക്കുന്ന ഈ ആളുകൾ, ചിലപ്പോൾ നമ്മൾ നിരക്ഷരരെന്ന് കരുതുന്ന ഇവർ പോലും അത്രയും തീവ്രമായ വിശ്വാസമുള്ളവരാണ്. അവരുടെ വാക്കുകളും അവരുടെ വികാരങ്ങളും അവരുടെ സ്നേഹവും ഖിലാഫത്തിനോടുള്ള അവരുടെ വാത്സല്യവും വർണ്ണനാതീതവും സമാനതകളില്ലാത്തതുമാണ്. അതുകൊണ്ട് അഹമ്മദിയ ഖിലാഫത്ത് ശാശ്വതമായിരിക്കുമെന്ന് അല്ലാഹു തആല നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതിന് ആളുകളുടെ ഹൃദയങ്ങളെ അല്ലാഹു വിശ്വാസം കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുന്നു. അത് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. ആഫ്രിക്കയിലെ ഒരു രാജ്യത്ത് ഞാൻ പോയിരുന്നു. തൻ്റെ കൈകൾ ശരിയായി പ്രവർത്തിക്കാത്ത അംഗവൈകല്യമുള്ള ഒരാൾ എന്നെ കൈപിടിച്ച് സലാം ചെയ്തു.
അദ്ദേഹം എൻ്റെ കൈ അത്രയും ശക്തമായി പിടിച്ചു. എൻ്റെ കൈ ഏതോ ഞെരുക്കത്തിൽ പെട്ടുപോയി എന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയധികം സ്നേഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. ഇത് അതിശയിപ്പിക്കുന്നതായിരുന്നു. എത്രമാത്രം സ്നേഹമാണ് അദ്ദേഹത്തിനുള്ളത്. മുമ്പ് പരിചയമില്ലാഞ്ഞിട്ടും ഖിലാഫത്തിനുള്ള സ്നേഹം മാത്രമായിരുന്നു കാരണം. എന്നെ കാണുമ്പോൾ ആളുകൾ കണ്ണുനീരോടെ കരയാൻ തുടങ്ങുന്നു. മുമ്പ് കണ്ടിട്ടില്ല, ഒരു പരിചയവുമില്ല, എന്നിട്ടും കെട്ടിപ്പിടിച്ച് കരയുന്നത് അതിശയകരമാകുന്നു. അല്ലാഹു തആല എങ്ങനെയാണ് അവരുടെ ഹൃദയങ്ങളിൽ ഖിലാഫത്തിനുള്ള സ്നേഹം ഉളവാക്കിയത് എന്ന് അവർ ഇപ്രകാരം പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു: അഹമ്മദിയ ഖിലാഫത്ത് നിലനിർത്തുന്നതിന് ഞങ്ങൾ ഏത് ത്യാഗത്തിനും തയ്യാറാണ്. ഇത് ഞങ്ങളുടെ വെറും ഒരു പ്രതിജ്ഞയല്ല, മറിച്ച് ഞങ്ങൾ ഇത് പ്രാവർത്തികമാക്കി കാണിക്കുന്നതുമാണ്. എല്ലാ വർഷവും എണ്ണമറ്റ ആളുകൾ എനിക്ക് കത്തെഴുതുന്നു. അതിൽ ചെറിയ കുട്ടികൾ മുതൽ സ്ത്രീകളും യുവാക്കളും വൃദ്ധന്മാരും വരെയുള്ളവരുടെ കത്തുകളിൽ സ്നേഹപ്രകടനം കാണാറുണ്ട്. അത്തരം സ്നേഹപ്രകടനങ്ങൾ കണ്ടാൽ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോകും. അല്ലാഹു തആല എങ്ങനെയാണ് ഇവരുടെ ഹൃദയങ്ങളിൽ ഖിലാഫത്തിനോടും ജമാഅത്തിനോടും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോടും സ്നേഹം ഉളവാക്കിയത്. ഇസ്ലാമിൻ്റെ പുരോഗതിക്ക് വേണ്ടി എത്രമാത്രം വേദനയാണ് അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഉളവാക്കിയത്. അഹമ്മദിയ ഖിലാഫത്തിലൂടെ അള്ളാഹു തആല സ്ഥാപിച്ചെടുത്ത കാര്യമാണിത്. ഇത് നിലനിർത്താൻ അള്ളാഹു തആല നമ്മോട് പറയുന്നു: നിങ്ങൾ നന്മയിൽ ഉറച്ചു നിൽക്കുകയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാക്കുകയും ചെയ്താൽ നിങ്ങൾ ഇതിൽ നിന്നും പ്രയോജനം നേടിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ആയത്തുകളിൽ അള്ളാഹു തആല ഇതുകൂടി പറഞ്ഞിട്ടുണ്ട്: വിശ്വാസത്തിൽ പുരോഗമിക്കുന്നവർ ഒരിക്കലും ശിർക്ക് ചെയ്യില്ല എന്ന്. അതുകൊണ്ട് എല്ലാത്തരം ശിർക്കിൽ നിന്നും നമ്മൾ എപ്പോഴും രക്ഷപ്പെടേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ UK ഷൂറയിൽ നടത്തിയ പ്രസംഗത്തിലും ഇത് പറഞ്ഞിരുന്നു. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിവിധ ഉദ്ധരണികളിലൂടെ ഞാൻ ഈ കാര്യം വിശദീകരിച്ചിരുന്നു. നമ്മുടെ ഉള്ളിൽ അഹങ്കാരം, അന ഉണ്ടെങ്കിൽ, ഗർവ്, തക്കബ്ബുർ ഉണ്ടെങ്കിൽ, ഒരു ഭാരവായിലോ ഏതെങ്കിലും ഒരു വ്യക്തിയിലോ, ഭാരവാഹികൾ മാത്രമല്ല ഓരോ അഹമ്മദിയും ഇതിൽ ഉൾപ്പെടുന്നു, ശിർക്കിൻ്റെ കലർപ്പുണ്ടെങ്കിൽ, ഖിലാഫത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്നും യഥാർത്ഥ പ്രയോജനം നേടണമെങ്കിൽ, അല്ലാഹു തആലയുടെ അനുഗ്രഹങ്ങൾക്ക് യഥാർത്ഥ അവകാശികളാകണമെങ്കിൽ, എല്ലാത്തരം ശിർക്കിൽ നിന്നും, നമ്മുടെ അഹങ്കാരത്തിൽ നിന്നും, ഗർവിൽ നിന്നും നമ്മൾ സ്വയം മോചിപ്പിക്കണം, സ്വയം ശുദ്ധീകരിക്കണം. അങ്ങനെയുള്ള ഭാരവാഹികളും അങ്ങനെയുള്ള പ്രവർത്തകരും അപ്പോൾ മാത്രമേ ജമാഅത്തിന് ഉപകാരപ്രദവും ഫലപ്രദവുമായ വ്യക്തികളായിത്തീരുകയുള്ളൂ. അവരുടെ അഹങ്കാരം, ഗർവും ഇല്ലാതാവുകയും അല്ലാഹു തആലയുടെ പ്രീതി മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായി അവർ മാറേണ്ടതാണ്. പിന്നീട് അല്ലാഹു തആല പറയുന്നു: ഈ ആളുകൾ നമസ്കാരം നിർത്തുന്നവരും സക്കാത്ത് നൽകുന്നവരുമാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നു: അവർ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും പൂർണ്ണമായി അനുസരിക്കുന്നവരാണ്. ഈ ആളുകളോടാണ് അല്ലാഹു തആല കരുണ കാണിക്കുക. അതുകൊണ്ട് അല്ലാഹു തആല ഇപ്പോൾ ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ ആരംഭിച്ച ഖിലാഫത്തിൻ്റെ ഈ അനുഗ്രഹ പരമ്പരയിൽ നിന്നും പ്രയോജനം നേടുന്നതിനായി ഓരോ അഹ്മദിയും അല്ലാഹു തആലയുടെ ഈ കൽപ്പന ഓർക്കണം. ഖിലാഫത്തിന് അനുഗ്രഹം നിലനിർത്തുന്നതിനും അതിൽ നിന്ന് പ്രയോജനം നേടുന്നതിനും വേണ്ടിയുള്ള അവൻ്റെ വാഗ്ദാനം പൂർണ്ണമായി അനുസരിക്കുന്നവരാണ്. അല്ലാഹു തആലയുടെ ആരാധന എപ്പോഴും മനസ്സിൽ വെക്കണം. കാരണം അള്ളാഹുവിനെ പൂർണ്ണമായി അനുസരിക്കുന്നവർ അവനെ എപ്പോഴും ഓർക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യുന്നവരാണ്. ആരാധനയ്ക്ക് വേണ്ടി നമുക്കറിയാവുന്നതുപോലെ അല്ലാഹു തആല നമ്മോട് ആവർത്തിച്ച് കൽപ്പിച്ചിട്ടുള്ളത് നമസ്കാരങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമസ്കാരങ്ങൾ നിലനിർത്തുന്നത് അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. ഖിലാഫത്തുമായി സ്വയം ബന്ധപ്പെട്ടുവെന്ന് കരുതുന്നവരും ബന്ധപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരും അതിൽ നിന്ന് പ്രയോജനം നേടാൻ ആഗ്രഹിക്കുന്നവരുമായ ഓരോ അഹമ്മദിയും ഈ കാര്യം മനസ്സിൽ വെക്കണം. നമസ്കാരങ്ങൾ നിലനിർത്തുന്നതിന് നമ്മൾ പൂർണ്ണമായും ശ്രദ്ധിക്കേണ്ടതാണ്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു നമസ്കാരങ്ങൾ നിലനിർത്തുന്നതിനെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ ഒരു സ്ഥലത്ത് വളരെ മനോഹരമായി പറഞ്ഞിട്ടുള്ളത് നമസ്കാരത്തിൻ്റെ സലാത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം ജുമുഅയാണ് എന്നുള്ളതാണ്. അതിൽ ഇമാം ഖുത്ബ ഓതുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. കാലത്തിൻ്റെ ഖലീഫ ലോകത്തിൻ്റെ സാഹചര്യങ്ങൾ കണക്കിലെടുത്തും ലോകത്തിലെ വിവിധ ജനവിഭാഗങ്ങളുടെ കാലാകാലങ്ങളിൽ ഉയർന്നു വരുന്ന ആവശ്യങ്ങൾ പരിഗണിച്ചും ഉപദേശങ്ങൾ നൽകുന്നു. ഇത് സാമൂഹിക ഐക്യവും
യോജിപ്പും സൃഷ്ടിക്കുന്നു. എല്ലാവരുടെയും കിബില ഒരേ ദിശയിലേക്കായിരിക്കും, അഥവാ ഖലീഫ വക്തിലേക്ക്. ഇന്ന് നമ്മൾ അതിൻ്റെ യഥാർത്ഥ ചിത്രം നമ്മുടെ മുമ്പിൽ കാണുന്നു. ഇന്ന് MTA വഴി അല്ലാഹു തആല ആ വ്യവസ്ഥിതി സ്ഥാപിച്ചിരിക്കുന്നു. കാലത്തിൻ്റെ ഖലീഫയുടെ കുത്തുബ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും, എല്ലാ പ്രദേശങ്ങളിലും, എല്ലാ നഗരങ്ങളിലും, എല്ലാ ഗ്രാമങ്ങളിലും കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. കാലത്തിൻ്റെ ഖലീഫ പറയുന്ന കാര്യങ്ങൾ മുന്നിലുള്ളവർക്ക് മാത്രമല്ല, ആഫ്രിക്കയിൽ നിന്നും, തുർക്കിയിൽ നിന്നും, റഷ്യൻ രാജ്യങ്ങളിൽ നിന്നും എനിക്ക് ധാരാളം കത്തുകൾ വരാറുണ്ട്. താങ്കൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ സാഹചര്യങ്ങളുമായി യോജിക്കുന്നതായി തോന്നുന്നു. ഇത് കേട്ട് ഞങ്ങൾക്ക് സ്വയം തിരുത്താനുള്ള ശ്രദ്ധ ഉണ്ടാകുന്നു. ഖിലാഫത്ത് വ്യവസ്ഥ ഞങ്ങൾ ഒന്നിപ്പിച്ചു നിർത്തുന്ന ഒരു വ്യവസ്ഥയാണെന്ന് യഥാർത്ഥത്തിലേക്ക് എത്തിച്ചേരാനാണ് ഇത് സഹായിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ പാകിസ്ഥാനി ചിന്താഗതിക്കാർക്ക് മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ യൂറോപ്പിലെ ചില ആളുകൾക്ക് മാത്രമുള്ളതാണ് എന്ന ചിന്ത ശരിയല്ല. ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും, എല്ലാ രാജ്യങ്ങളിലും പാരമ്പര്യങ്ങളിൽ പൊതുവായി ചില കാര്യങ്ങളുണ്ട് എന്ന് കത്തുകളിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത് ആളുകൾക്ക് സ്വയം തിരുത്താനുള്ള അവസരം നൽകുന്നു, ഇസ്ലാഹ് ചെയ്യാനുള്ള അവസരം നൽകുന്നു. ഇന്ന് ഞാൻ ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ഖുതുബ നൽകുന്നത്. അതിൽ നമുക്ക് ഉപദേശങ്ങളായി വർത്തിക്കുന്ന പല കാര്യങ്ങളും കടന്നു വരുന്നു. ആളുകൾ അതിൽ നിന്നും വലിയ പ്രയോജനം നേടുന്നുണ്ട്. കൂടാതെ അവർക്ക് ഇസ്ലാം ചരിത്രത്തെക്കുറിച്ചും ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചും ഈ വിഷയത്തിൽ സഹാബാക്കളുടെ ജീവിതത്തെക്കുറിച്ചും അറിവ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവിധ സന്ദർഭങ്ങളിലെ ഉസ്വയെ ഹസന, ഉത്തമ മാതൃകയെക്കുറിച്ചും അവർക്ക് അറിവ് ലഭിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ അവരുടെ വ്യക്തിപരമായ മാറ്റങ്ങൾക്കും പ്രയോജനകരമാണ്. അതിൽ നിന്ന് അവർ പ്രയോജനം എടുക്കുന്നുണ്ട്. ആളുകൾ ഇത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അഹ്മദിയ ജമാഅത്തിൽ ഐക്യം സ്ഥാപിക്കുന്നതിനുള്ള മാർഗം അല്ലാഹു തആല നമുക്കിടയിൽ സ്ഥാപിച്ചത് അത് ഖിലാഫത്ത് മാത്രമാണ്. ലോകത്തെ 215 രാജ്യങ്ങളിൽ താമസിക്കുന്ന ഓരോ അഹ്മദിയും ഈ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒറ്റ യൂണിറ്റായി പ്രവർത്തിക്കുകയും സ്വയം നവീകരിക്കാൻ ഇസ്രാഹ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അല്ലാഹു തആല സക്കാത്ത് നൽകാനും ഈ ആയത്തിൽ കൽപ്പിച്ചിട്ടുണ്ട്. ഇത് സമ്പത്തിനെ ശുദ്ധീകരിക്കുന്നതിന് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കുക എന്നത് അതിന് ആവശ്യമാണ്. അതിൽ മറ്റ് സാമ്പത്തിക ത്യാഗങ്ങൾ ഉൾപ്പെടുന്നു. ഇന്ന് നമ്മൾ കാണുന്നത് അഹ്മദിയ ജമാഅത്തിലൂടെ മാത്രമാണ് ഈ സാമ്പത്തിക വ്യവസ്ഥ പ്രവർത്തിക്കുന്നത്. ഖലീഫയുടെ അനുസരണത്തിൽ ലോകമെമ്പാടും ചന്ത നൽകുന്നതിലൂടെ ജമാഅത്തിലെ അംഗങ്ങളുടെയും ജമാഅത്തുകളുടെയും ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു. ഒരു രാജ്യത്ത് കുറവുണ്ടെങ്കിൽ മറ്റൊരു രാജ്യം വഴി അത് നികത്തപ്പെടുന്നു. ആഫ്രിക്കയിൽ ആളുകൾ വലിയ ത്യാഗം ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ സാഹചര്യങ്ങൾ കാരണം അവരുടെ ചെലവുകൾ വരുമാനത്തേക്കാൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് പുറം രാജ്യങ്ങളിൽ നിന്നും അങ്ങോട്ട് പണം അയക്കേണ്ടി വരുന്നു. അവിടെ സ്കൂളുകളും ആശുപത്രികളും മിഷൻ ഹൗസുകളും മസ്ജിദുകളും ഈ പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. അല്ലാഹു തആല നമ്മെ ഒരു വ്യവസ്ഥിതിയിൽ ഉൾപ്പെടുത്തി അതിൽ നിന്നും പ്രയോജനം നേടാൻ അനുവാദം നൽകിയതിൽ അവിടുത്തെ ആളുകളും വളരെ നന്ദിയുള്ളവരാണ്. ശത്രുക്കൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ചെന്ന് അഹമ്മദികൾ ഇസ്ലാമിക പ്രബോധനമനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഖാദിയനത്ത് ഉപേക്ഷിക്കൂ, മിർസയായത്ത് അല്ലെങ്കിൽ അഹമ്മദികൾ ഉപേക്ഷിക്കൂ എന്ന് പറയാറുണ്ട്. എന്നാൽ അഹമ്മദികൾ അവർക്ക് ഇങ്ങനെയാണ് മറുപടി നൽകുന്നത്: ഇതുവരെ നിങ്ങൾ ഞങ്ങളെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അനാമദികൾക്ക് നൽകുന്ന മറുപടിയാണിത്. ഇപ്പോൾ അഹമ്മദിയ ജമാഅത്ത് വന്ന് ഞങ്ങളുടെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നഗരങ്ങളിലും മസ്ജിദുകൾ നിർമ്മിച്ചു, ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ നൽകി, ഞങ്ങൾക്ക് സ്കൂൾ സൗകര്യങ്ങൾ ഒരുക്കി, ആശുപത്രികൾ നിർമ്മിച്ചു തന്നു, ദീൻ പഠിപ്പിക്കുകയും ചെയ്തു, വിശുദ്ധ ഖുർആൻ ഞങ്ങളെ പഠിപ്പിക്കുന്നു, വിശുദ്ധ ഖുർആന്റെ പരിഭാഷ ഞങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ എതിർപ്പുമായി വന്നിരിക്കുകയാണ്. ഇവർ മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പിന്നാടെ കൂടുന്നു. ഇവർ മുസ്ലിങ്ങളല്ലെങ്കിൽ ലോകത്ത് ആരുണ്ട് മുസ്ലിങ്ങൾ? ആരും മുസ്ലിങ്ങളല്ല. ഇത് പുതുതായി വന്ന ബൈഅത്ത് ചെയ്തവരുടെ മറുപടിയാണ്. അതുകൊണ്ട് ഇതും ഖിലാഫത്തിൻ്റെ നിലവിലുള്ള വ്യവസ്ഥയുടെ ഭാഗമാണ്.
ഇതിലൂടെയാണ് അള്ളാഹു തആല ആളുകളുടെ ഹൃദയങ്ങളിൽ സാമ്പത്തിക ത്യാഗത്തിൻ്റെ ആത്മാവ് ഉണർത്തുന്നത്. ചന്തകൾ വഴിയും സക്കാത്ത് വഴിയും ഖിലാഫത്ത് വ്യവസ്ഥയിലൂടെ അതിൻ്റെ നിയമാനുസൃതം യഥാർത്ഥവുമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു. പാവപ്പെട്ടവരെ പരിപാലിക്കുകയും ആവശ്യമുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ഇസ്ലാമിൻ്റെ പ്രചാരണത്തിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നു. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സാഹചര്യങ്ങൾ കാരണം ചില സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ബംഗ്ലാദേശ്, ചില അറബ് രാജ്യങ്ങൾ, ആഫ്രിക്കയിലെ ചില രാജ്യങ്ങൾ, പാകിസ്ഥാൻ, കൂടാതെ മറ്റു ചില സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഫലസ്തീനിലും കുറച്ച് അഹമ്മദികളുണ്ടെങ്കിലും അവർ വലിയ ബുദ്ധിമുട്ടിലാണ്. പൊതുവെ അവിടെ ഫലസ്തീൻ സമൂഹം മുഴുവനും പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവർക്കെതിരെ അങ്ങേയറ്റം ക്രൂരമായ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അതിക്രമങ്ങളിൽ നിന്ന് അള്ളാഹു തആല അവരെ രക്ഷിക്കട്ടെ. ആ അക്രമകാരികളുടെ ശ്രമം അവരെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുക എന്നതാണ്. അവർ അത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു തആല തന്നെ കരുണ ചെയ്യുമാറാകട്ടെ. എന്നാൽ എന്തു തന്നെയായാലും അഹമ്മദികൾ ഈ കഷ്ടപ്പാടുകളെല്ലാം കണ്ടിട്ടും അള്ളാഹുവിനോട് നന്ദി പറയുന്നു. കാരണം ഞങ്ങൾക്ക് ഖിലാഫത്ത് വ്യവസ്ഥയുണ്ട്. അത് ഞങ്ങൾക്ക് ആശ്വാസം നൽകുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ലോകത്ത് പല അപകടങ്ങളും സംഭവിക്കുമെന്ന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ പല അപകടങ്ങളും വരുന്നുണ്ട്. ചിലത് പ്രകൃതി ദുരന്തങ്ങളാണ്, ചിലത് മനുഷ്യരുടെ തെറ്റുകൾ കൊണ്ടും അഹങ്കാരം കൊണ്ടും ലോകം ഒരു കുഴപ്പത്തിലും പ്രയാസത്തിലും അകപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായി യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഈ ആളുകൾ ഇപ്പോഴും അള്ളാഹു തആലയിലേക്ക് തിരിയുന്നില്ലെങ്കിൽ ഈ ലോകത്ത് ഒരു വലിയ നാശം സംഭവിക്കാൻ പോകുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം പല തവണ ഇതിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഖിലാഫത്ത് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടവരുടെ കടമയാണ് ലോകത്തെ ഈ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുക എന്നത്. ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ പ്രതിജ്ഞ എടുക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. അതിനുള്ള പരിശ്രമം ലോകത്തെ അള്ളാഹു തആലയിലേക്ക് കൊണ്ടുവരാൻ പൂർണ്ണമായും ശ്രമിക്കുക എന്നതാണ്. ഈ സന്ദേശം എത്തിക്കാൻ നമ്മുടെ കഴിവിൻ്റെ പരമാവധി വിഭവങ്ങളും കഴിവുകളും ഉപയോഗിക്കുക എന്നതാണ്. അതിനുവേണ്ടി ജീവൻ, സമ്പത്ത്, സമയം എന്നിവ ത്യജിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കുക എന്നതാണ്. അതുപോലെ ഓരോ അഹമ്മദിയും അള്ളാഹു തആലയുടെ പ്രത്യേക അനുഗ്രഹങ്ങൾ ഉണ്ടാക്കത്തക്ക വിധം അള്ളാഹുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക. ആ അനുഗ്രഹങ്ങൾ കാരണം അവർക്ക് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാൻ കഴിയണം. അള്ളാഹുവിൻ്റെ സാമീപ്യം നേടുന്നവർ ലോകത്തെ രക്ഷിക്കുന്നതോടൊപ്പം സ്വന്തം തലമുറയും രക്ഷിക്കുന്നവരായിരിക്കും. കൂടാതെ സ്വയം വിപത്തുകളിൽ നിന്നും രക്ഷിക്കുന്നവരായിരിക്കും. കാരണം ഈ വിപത്തുകളും നാശങ്ങളും അങ്ങേയറ്റം ഗുരുതരമായ രൂപം കൊള്ളുന്നതായാൽ ഭാവിയിൽ മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രൂപം അവ കൈകൊണ്ടേക്കാം. അതിനാൽ അഹമ്മദിയ ഖിലാഫത്തുമായി സുദൃഢ ബന്ധം സ്ഥാപിക്കുന്നത് വഴിയാണ് ലോകത്തിൽ ഇന്ന് നിലനിൽപ്പുള്ളതെന്ന് എപ്പോഴും ഓർക്കുക. അഹമ്മദിയ ഖിലാഫത്ത് അള്ളാഹു തആല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമോട് ചെയ്ത വാഗ്ദാനത്തിൻ്റെയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച കാര്യങ്ങളുടെയും മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ ആരംഭിക്കേണ്ടിയിരുന്ന ആ വ്യവസ്ഥതയുടെയും തുടർച്ചയാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അഹമ്മദിയ ഖിലാഫത്ത് അള്ളാഹു തആലയ്ക്ക് നമ്മെ എത്തിക്കുന്ന ഒരു കണ്ണിയാണ്, അള്ളാഹുവിൻ്റെ വ്യവസ്ഥ സ്ഥാപിക്കുന്നതിനുള്ള ഒരു കണ്ണിയും. ഇതിനു വേണ്ടി ഓരോ അഹമ്മദിയും പരിശ്രമിക്കണം. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹു തആല നമ്മെ തൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശികളാക്കും. ആ അനുഗ്രഹങ്ങൾ ലോകത്ത് മറ്റാർക്കും ലഭിക്കാത്ത വിധത്തിലുള്ളതായിരിക്കും. ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി ഞാൻ അവസാനമായി ഇവിടെ സമർപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, അള്ളാഹു നിങ്ങളെ വ്യർത്ഥമാക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. നിങ്ങൾ ദൈവിക കരങ്ങളാൽ ഭൂമിയിൽ വിതക്കപ്പെട്ട ഒരു ബീജമാകുന്നു. ഈ ബീജം വളരുകയും പുഷ്പിക്കുകയും നാനാഭാഗങ്ങളിലേക്ക് അതിൻ്റെ ശാഖകൾ പടർന്ന് പന്തലിക്കും വിധം ഒരു പടവൃക്ഷമായി തീരുകയും ചെയ്യുന്നുവെന്നും ദൈവം അരുൾ ചെയ്യുന്നു. ദൈവിക വചനങ്ങളിൽ വിശ്വസിക്കുകയും ഇടയ്ക്ക് വെച്ച് ഉണ്ടാകുന്ന ആപത്തുകളിൽ ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ. എന്തുകൊണ്ടെന്നാൽ ആരാണ് ബയ്യത്തിൽ സത്യവാന്മാരെന്നും ആരാണ് അസത്യവാന്മാരെന്നും
ദൈവം പരീക്ഷിക്കുന്നതിന് വേണ്ടി പരീക്ഷണങ്ങൾ ഉണ്ടാവേണ്ടതും അനിവാര്യമാണ്. ഏതെങ്കിലും പരീക്ഷണത്തിൽ കാലിടറുന്നവൻ അള്ളാഹുവിന് ഒരു നഷ്ടം വരുത്തുന്നില്ല, മറിച്ച് നിർഭാഗ്യം അവനെ നരകത്തിലെത്തിക്കുന്നു. അവൻ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ അവൻ എത്ര നന്നായിരുന്നു. അവസാനം വരെ സഹനം കൈക്കൊള്ളുന്നവർ ആപത്തുകളുടെ ഭൂകമ്പങ്ങളുണ്ടായാലും അപകടങ്ങളുടെ കൊടുങ്കാറ്റുകൾ അഞ്ഞടിച്ചാലും സമൂഹങ്ങൾ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്താലും ലോകം നീചമായി വർത്തിച്ചാലും അവർ തന്നെയായിരിക്കും ഒടുവിൽ വിജയശ്രീ ലാളിതരായിത്തീരുന്നവർ. അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുന്നതാണ്. ഞാൻ എൻ്റെ ജമാഅത്തിനെ അറിയിക്കുന്നതിന് വേണ്ടി അള്ളാഹു എന്നെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു: ഭൗതികതയുടെ കലർപ്പില്ലാത്ത സത്യവിശ്വാസം, കാപട്യവും ഭീരുത്വവും കൊണ്ട് പൊടി പുരളാത്ത സത്യവിശ്വാസം, അനുസരണത്തിൻ്റെ ഒരു മേഖലയും ഒഴിഞ്ഞുപോയിട്ടില്ലാത്ത സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുള്ളവർ ദൈവത്തിൻ്റെ ഇഷ്ടജനമാകുന്നു. ഇവരുടെ പാദങ്ങൾ സത്യത്തിൽ അധിഷ്ഠിതമാണെന്ന് അള്ളാഹു പറയുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ തആലയുടെ അനുഗ്രഹത്താൽ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എല്ലാ രാജ്യങ്ങളിലും അള്ളാഹു തആല അഹമ്മദിയ ജമാഅത്തിന്, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്, അഹമ്മദിയ ഖിലാഫത്തിന് തങ്ങളുടെ ത്യാഗങ്ങളുടെ മാനദണ്ഡങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ നൽകിയിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു ചെയ്ത വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരുന്നു: അള്ളാഹു തആല എന്നോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, എൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തിയാകാതെ ഈ ലോകം അവസാനിക്കില്ല. ചിലത് എൻ്റെ ജീവിതത്തിലും ചിലത് എനിക്ക് ശേഷവും. അതായത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലും ചിലത് പിന്നീടും. അള്ളാഹു തആല ഇന്ന് വരെ അത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഖിലാഫത്ത് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ അത് കാണുകയും ചെയ്യുന്നു. ഇൻഷാ അല്ലാഹു തആല ഭാവിയിലും കാണുന്നതാണ്. അതുകൊണ്ട് നമ്മളിൽ ഓരോരുത്തരുടെയും കടമയാണ് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്നും അറിവ് ലഭിച്ച് നമുക്ക് നൽകിയ സുവിശേഷങ്ങളിൽ നിന്ന് പങ്കു നേടാൻ, അള്ളാഹു തആലയുടെ അനുഗ്രഹ വാഗ്ദാനങ്ങളിൽ നിന്ന് പ്രയോജനം നേടാൻ അള്ളാഹുവിൻ്റെ മഹത്വം ഹൃദയങ്ങളിൽ സ്ഥാപിക്കുന്നവരാവുക. നമ്മുടെ ഹൃദയങ്ങളിലും ലോകത്തിൻ്റെ ഹൃദയങ്ങളിലും നമ്മുടെ തലമുറകളുടെ ഹൃദയങ്ങളിലും അള്ളാഹുവിൻ്റെ ഏകത്വം പ്രായോഗികമായി പ്രകടിപ്പിക്കുന്നവരായി മാറുക. മനുഷ്യരാശിയോടെ യഥാർത്ഥ സഹാനുഭൂതിയുള്ളവരാവുക. ഹൃദയങ്ങളെ വിദ്വേഷത്തിൽ നിന്നും വൈരാഗ്യത്തിൽ നിന്നും ശുദ്ധീകരിക്കുന്നവരാവുക. ഓരോ നന്മയുടെ പാതയിലും കാൽവെക്കുന്നവരാവുക. തങ്ങളുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്നവരാകുക. സമ്പൂർണ്ണ അനുസരണത്തിൻ്റെ മാതൃക കാണിക്കുന്നവരാകുക. വിശ്വാസത്തിൽ പുരോഗമിക്കുന്നവരാകുക. അള്ളാഹു തആലയുടെ അടുത്ത് നമ്മുടെ കാൽവെപ്പുകൾ സത്യത്തിൻ്റെ കാൽവെപ്പായി മാറുന്നതിന് വേണ്ടി, അവൻ്റെ വാഗ്ദാനങ്ങളിൽ നിന്ന് പ്രയോജനം നേടുന്നവരാകുന്നതിന് വേണ്ടി അഹമ്മദിയ ഖിലാഫത്ത് നിലനിർത്തുന്നതിന് നമ്മളിൽ ഓരോരുത്തരും ഏത് ത്യാഗത്തിനും തയ്യാറായിരിക്കുന്ന അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിവിധ സമയങ്ങളിൽ ചെയ്യുന്ന പ്രതിജ്ഞകൾ, കീഴ്ഘടകങ്ങളിലെ അംഗങ്ങളും ചെയ്യുന്ന ആ പ്രതിജ്ഞകൾ പൂർത്തിയാക്കാൻ അവർക്ക് സാധിക്കുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെ ജീവിതത്തിൽ ആ കാലഘട്ടം കൊണ്ടുവരട്ടെ. ലോകത്ത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിൻ്റെ പതാക എല്ലായിടത്തും പാറി കളിക്കുകയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വരികയും അള്ളാഹു തആലയുടെ സമ്പൂർണ്ണ അനുസരണമുള്ളവരിൽ പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുമാറാകട്ടെ. ഇത് സംഭവിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷത്തിൻ്റെ സുദിനമുണ്ടാകുന്നത്. ആ ദിനങ്ങൾ കാണുമ്പോൾ അള്ളാഹു തആല ഖിലാഫത്തിനെ കുറിച്ച് ചെയ്ത വാഗ്ദാനത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇന്ന് നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണെന്ന് നമ്മൾ പറയും. ഈ ദിനങ്ങളായിരിക്കും ലോകത്തെ നാശത്തിൽ നിന്നും രക്ഷിക്കുന്ന സുദിനങ്ങൾ. നമുക്ക് സ്വയം സംസ്കരണം നടത്താനുള്ള തൗഫീക്കും അള്ളാഹു തആലയുടെ സന്ദേശം ലോകത്ത് എത്തിക്കാനുള്ള തൗഫീക്കും അള്ളാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ. നമസ്കാര ശേഷം ഞാൻ 2 ജനാസയും നമസ്കരിപ്പിക്കുന്നതാണ്. ആദ്യത്തേത് നമുക്കറിയാം, കേണൽ ഡോക്ടർ പീർ മുഹമ്മദ് മുനീർ സാഹിബിനെ കുറിച്ചുള്ളതാണ്. ഇദ്ദേഹം റബുബയിൽ ഫസൽ ഉമർ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്ററായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ 85-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ഇന്നലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹം മൂസിയായിരുന്നു. 1963 ഡോക്ടർ സ്വയം ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ ചേർന്നു. അതിനുശേഷം 1967 അദ്ദേഹം വസിയത്ത് ചെയ്തു, വസിയത്തിൻ്റെ വ്യവസ്ഥയിൽ ചേർന്നു. 1991 അദ്ദേഹത്തിൻ്റെ സൽപ്രവർത്തനങ്ങൾ കണ്ട് മാതാപിതാക്കളും ബയ്യത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം നേടി.
കേണൽ പീർ മുഹമ്മദ് മുനീർ സാഹിബ് ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം മുൽത്താൻ ജില്ലയുടെ നായിബ് അമീറായി സേവനമനുഷ്ഠിച്ചു. 2004 റബവയിലേക്ക് താമസം മാറി. തുടർന്ന് വിരമിച്ച ശേഷം വഖഫ് ചെയ്തു. ഫസൽ ഉമർ ഹോസ്പിറ്റലിൽ ജനറൽ ഫിസിഷ്യനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹത്തെ ഫസൽ ഉമർ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചു. ഈ പദവിയിൽ 12 വർഷത്തോളം അദ്ദേഹം വലിയ ആത്മാർത്ഥതയോടും കഠിനാധ്വാനത്തോടും സഹാനുഭൂതിയോടും കൂടി തൻ്റെ കടമകൾ നിർവഹിച്ചു. 2017 ആരോഗ്യപരമായ കാരണത്താൽ അദ്ദേഹത്തെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിലും ഡോക്ടറായി അദ്ദേഹം ആശുപത്രിയിൽ തുടർന്ന് സേവനം ചെയ്തുകൊണ്ടിരുന്നു. ENT വിഭാഗത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ജമാഅത്തിന് വേണ്ടി വഖഫ് സിന്ദഗിയായി അദ്ദേഹം 19 വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അഹമ്മത്തുൽ മാലിക് സാഹിബ ഹസ്രത്ത് ഡോക്ടർ മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ പേരക്കുട്ടിയാണ്. അവർ പറയുന്നു, അദ്ദേഹം വളരെ കരുണയുള്ള പിതാവും സ്നേഹമുള്ള ഭർത്താവും മുഴുവൻ കുടുംബവുമായും നല്ല ബന്ധം പുലർത്തുന്ന ആളുമായിരുന്നു. ജമാഅത്തുമായും ഖിലാഫത്തുമായും അദ്ദേഹത്തിന് വലിയ ബന്ധമായിരുന്നു. തൻ്റെ വഖഫ് പൂർണ്ണ സത്യസന്ധതയോടെ നിർവഹിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. 60 വർഷം അദ്ദേഹവുമായി ഞാൻ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ സൗമ്യനും എല്ലാവരെയും പരിഗണിക്കുന്ന ആളുമായിരുന്നു. എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ സഹോദരങ്ങളെയും സ്വന്തം മാതാപിതാക്കളെയും ഒരേപോലെ അദ്ദേഹം പരിപാലിച്ചു. മനുഷ്യത്വം എല്ലാറ്റിനും ഉപരിയായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വൈകിയാണ് വീട്ടിലെത്തിയിരുന്നതെങ്കിൽ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാറുള്ളത്, മറ്റുള്ളവരുടെ ജോലികൾ ഫയലുകളുമായി ബന്ധപ്പെട്ടതാണ്. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ഫയലുകൾ അടച്ചു വെക്കാം. പക്ഷേ എൻ്റെ ജോലി മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുക എന്നത് എൻ്റെ കടമയാണ്. ഒരു ദിവസം വൈകി വീട്ടിലെത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് വൈകിയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ശുചീകരണ തൊഴിലാളിക്ക് ആശുപത്രിയിലെ ജോലിക്കാരനായിരുന്നില്ല. ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഇരുന്നു അദ്ദേഹത്തെ പരിപാലിക്കാൻ. അദ്ദേഹം ഈ മർഹൂം തഹജ്ജുദ് നമസ്കരിക്കുന്നയാളും നോമ്പും നമസ്കാരവും നഫലുകളും കൂടുതലായി അനുഷ്ഠിക്കുന്ന ആളുമായിരുന്നു. എല്ലാ വ്യാഴാഴ്ച അദ്ദേഹം നോമ്പെടുക്കാറുണ്ടായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സൽപെരുമാറ്റങ്ങൾ കണ്ട് 1991 മാതാപിതാക്കൾ ബൈഅത്ത് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവ് പറയാറുണ്ടായിരുന്നു, അഹമ്മദികൾ നഊദുബില്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അംഗീകരിക്കുന്നില്ലെന്നും മിർസ സാഹിബിനെ മാത്രമാണ് അംഗീകരിക്കുന്നതെന്നും ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. എനിക്കത് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ മകൻ തഹജ്ജുദ് നമസ്കരിക്കുന്നവനും നമസ്കാരങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്ന ആളുമാണെന്ന് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, അഹമ്മദികൾക്ക് തെറ്റുപറ്റില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രവൃത്തി മാതാപിതാക്കളെ ജമാഅത്തിലേക്ക് പ്രവേശിപ്പിച്ചു. അദ്ദേഹം സ്വയം ഗവേഷണം നടത്തി ബൈഅത്ത് ചെയ്തതുകൊണ്ട് അദ്ദേഹം വളരെ കർമ്മനിരതനായ ഒരു അഹമ്മദിയായിരുന്നു. ഖിലാഫത്തിനോട് വലിയ സ്നേഹവും വിശ്വാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും സ്വയം ഖിലാഫത്തുമായി ബന്ധിപ്പിച്ച് നിർത്തി. ഏത് പ്രയാസകരമായ സമയത്തും ഖലീഫക്ക് കത്തെഴുതുകയും മക്കളെ ഉപദേശിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. സേവനത്തിനായി ഒരു പദവിയും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. മറിച്ച് അദ്ദേഹം എനിക്കെഴുതിയത്, എവിടെയാണ് താങ്കൾ എന്നെ നിയമിക്കുന്നത്, ഏത് സേവനത്തിനും ആണോ താങ്കൾ എന്നെ നിയമിക്കുന്നത്, ഞാൻ അത് തയ്യാറാണ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 3 ആൺമക്കളും പേരക്കുട്ടികളും ഉൾപ്പെടുന്നവരാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. അള്ളാഹു അദ്ദേഹത്തോട് പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യട്ടെ. രണ്ടാമത്തേത് മുക്കറമ സലീമ സാഹിദ് സാഹിബയെക്കുറിച്ചാണ് പറയുന്നത്. കാനഡയിലെ മുറബി സിൽസിലയായ സമീഉല്ല സാഹിബിൻ്റെ ഭാര്യയാണ്. കഴിഞ്ഞ ദിവസം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂമ മൂസിയ ആയിരുന്നു. ഭർത്താവിനെ കൂടാതെ ഒരു മകളും 3 ആൺമക്കളും അവർക്കുണ്ട്. അവരുടെ ഒരു മകൻ അതാഉൽ മുഅ്മിൻ സായിദ് സാഹിബ് മുറബി സിൽസിലയും UK ജാമിയ അഹമ്മദിയിലെ അധ്യാപകനുമാണ്. മുഅ്മിൻ സായിദ് സാഹിബ് എഴുതുന്നു, എൻ്റെ മാതാവ് സായിദ് സാഹിബ് എഴുതുകയാണ്, മുഅ്മിൻ സായിദ് സാഹിബ് 60-70 കുട്ടികളെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് മുഅ്മിൻ സായിദിൻ്റെ പിതാവാണ് ഇത് എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാവ് 60 കുട്ടികളെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെ മരണശേഷം ഞാനിപ്പോൾ പരാമർശിക്കുന്ന മർഹൂമ സാഹിബ ഈ ജോലി തുടർന്നു, ഖുർആൻ പഠിപ്പിക്കുന്നത് തുടർന്നു. പല അഹ്ലെ ഹദീസ്, അഹ്ലെ സുന്നത്ത് യുവാക്കാരും അഹമ്മദികൾ തങ്ങളുടെ കുട്ടികളെ ഖുർആൻ പഠിപ്പിച്ച് അവരാണെന്ന് പരസ്യമായി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്.
അവർ അനുസരണശീലയും ലളിതമായ സ്വഭാവമുള്ളവരും വിശ്വസ്തതയും സേവനസന്നദ്ധരുമായ സ്ത്രീയായിരുന്നു. എപ്പോഴും മറ്റുള്ളവരെ സേവിക്കുകയും ആവശ്യമുള്ളവർക്ക് സ്വയം പ്രാധാന്യം നൽകുകയും ചെയ്തിരുന്നു എന്നും അവരെക്കുറിച്ച് എഴുതുന്നു. അവരുടെ മകൻ അത്താഉൽ മുഅ്മിൻ സായിദ് സാഹിബ് പറയുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോഴും സ്വന്തം കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നതിന് പകരം ആവശ്യമുള്ളവരെ സഹായിക്കുന്നതിനാണ് അവർ മുൻഗണന നൽകിയിരുന്നത്. അള്ളാഹ് അവരോട് കരുണയും ദയയും കാണിക്കട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.